കഥയില്ലത് ജീവിതത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേക്ഷകർക്കിടയിൽ നിയമബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ ടി.വി. മമ്മൂട്ടി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ലീന ജയസൂര്യ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ വി.കെ. ജോസഫ്. എല്ലാവർക്കും സ്വാഗതം. 13 വർഷം കഴിഞ്ഞിട്ട് തൻ്റെ ഭർത്താവ് തന്നിൽ നിന്നും വിട്ടുമാറി താമസിക്കുന്നു എന്ന പരാതിയുമായിട്ടാണ് സിന്ധു ഇവിടെ വന്നിരിക്കുന്നത്. സിന്ധുവിൻ്റെ കഥയറിയാൻ വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ ആദ്യം ക്ഷണിക്കുന്നത് സിന്ധുവിനെയാണ്. സിന്ധു, വരൂ. സിന്ധു എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 10 വരെ. അതെന്ത് പിന്നെ പഠിക്കാതിരുന്നേ? പഠിക്കാൻ മോശമായിരുന്നോ? അന്നൊക്കെ പഠിക്കാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമായിരുന്നു. പിന്നെ അതിനുള്ള പിന്നെ തോറ്റു, 10ാം ക്ലാസ് തോറ്റു. പിന്നെ മുമ്പോട്ട് പോയില്ല? സെപ്റ്റംബറിൽ എഴുതിയെടുക്കാൻ നോക്കിയില്ല? അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല സാറേ. ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു അച്ഛനും അമ്മയും? അമ്മയും അച്ഛനും ഒക്കെ മരിച്ചു, ആരും ഇല്ല. എപ്പോഴാ മരിച്ചവര്? അമ്മ മരിച്ചിട്ട് 3 കൊല്ലമാകും. അത്രയേ ആയിട്ടുള്ളൂ. അച്ഛനെ ജനിച്ചപ്പോഴേ കണ്ടിട്ടില്ല. നിങ്ങൾ ജനിച്ചപ്പോ തന്നെ അച്ഛൻ മരിച്ചു? അച്ഛനെ കണ്ടിട്ടില്ല. അച്ഛൻ ഉണ്ടായിരുന്നു, വേറെ വിവാഹം കഴിച്ച്. നിങ്ങൾ അച്ഛനെ കണ്ടിട്ടേ ഇല്ല? ഇത്രയും കാലമായിട്ട് നിങ്ങൾ അച്ഛനെ കണ്ടിട്ടേ ഇല്ല? അച്ഛൻ എവിടെയാന്ന് പോലും നിങ്ങൾക്കറിയില്ല? അച്ഛൻ ഉണ്ട്, പൊള്ളാച്ചിയിലായിരുന്നു, തമിഴ്നാട്ടില്. നിങ്ങൾ എത്ര പേരുണ്ട് കൂടെ ജനിച്ചവര്? 7 പേരുണ്ട്. 7? നിങ്ങൾ ഒടുവിലത്തെയാണ്? ഏറ്റവും ലാസ്റ്റ്. അപ്പൊ നിങ്ങൾ ജനിച്ചപ്പോ പോയ അച്ഛനാണ്? 7 മക്കളെ നിങ്ങളുടെ അമ്മയ്ക്ക് തന്നിട്ട് അല്ല, മറ്റേ 5 അവരൊക്കെ അച്ഛനെ കണ്ടിട്ടുണ്ട്, അച്ഛനെ അവരെ വളർത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അല്ല, അതന്നെ പറഞ്ഞേ. 7 പേരായതിനു ശേഷം ലാസ്റ്റ് 7ാമത്തെ കുട്ടിയെ പ്രസവിച്ചപ്പോ ആ മനുഷ്യൻ അങ്ങോട്ട് മുങ്ങി. പിന്നെ എവിടെ പോയാ എന്താ ഉണ്ടായെന്ന് ആർക്കും അറിയില്ല. പിന്നെ അമ്മ തന്നെ എന്നെ പഠിപ്പിച്ചതും എൻ്റെ സഹോദരൻ, അണ്ണന്മാരും ചേച്ചി എല്ലാവരും തന്നെ എന്നെ വളർത്തി. എത്ര അണ്ണന്മാരുണ്ട്, എത്ര ചേച്ചിമാരുണ്ട്? 5 അണ്ണനും 1 ചേച്ചിയുണ്ട്. 5 അണ്ണന്മാരും 1 ചേച്ചി. ഒരെണ്ണം മരിച്ച ആക്സിഡന്റിൽ. അത് ശരി. അപ്പൊ ഇപ്പൊ 1 ചേച്ചി എന്ന് പറയുന്നത് എങ്ങനെയാ? നിങ്ങളുടെ നേരെ മൂത്തതാണോ? ഏറ്റവും മൂത്തത്. ആദ്യത്തെ പെണ്ണ്, പിന്നെ 5 ആണ്, 7ാമത്തത് നിങ്ങൾ. നിങ്ങളിപ്പോ എവിടുന്നാ വരുന്നത്? ഞാൻ പാരിപ്പള്ളി, എന്റെ വീട്ടിൽ. കൊല്ലം? പാരിപ്പള്ളി, കൊല്ലത്തിന്റെ അടുത്തുനിന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന്. കല്യാണം കഴിച്ചു പോയത് എവിടേക്കാ? വർക്കല, അകത്തുമുറി. ഓ, അടുത്തന്നെയാണല്ലോ, വലിയ ദൂരമൊന്നും ഇല്ല. അല്ലേ? അറേഞ്ച്ഡ് മാരേജാ? കല്യാണം എല്ലാരും കൂടെ വീട്ടുകാരെ ആലോചിച്ചുറപ്പിച്ചതാ? വീട് വരെ കടപ്പെടുത്തിയാണ് കൊടുത്തത് തന്നെ. ഇപ്പൊ വീട് ജപ്തിയായി കിടക്കുന്നു. വീട് മാത്രമേ ഉള്ളൂ. അല്ല, കണ്ട് പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്? അല്ല, ഞങ്ങൾക്ക് വന്നു ആലോചിച്ച് വിവാഹം നടത്തി. അപ്പൊ നിങ്ങളുടെ ആങ്ങളമാരൊക്കെ പോയിട്ട് അന്വേഷിച്ചിരുന്നു ഇയാളെ കുറിച്ച്? അവരൊക്കെ തിരക്കിയപ്പം ഇത്തിരി അന്നേ സ്വഭാവം കൊള്ളൂലായിരുന്നു. പിന്നെ എങ്ങനെ കൊള്ളൂലെന്ന് പറയാ? പിന്നെ അവന് അന്നത്തെ ബുദ്ധിമുട്ടുകൊണ്ട് ചെയ്ത് ഇന്നനുഭവിക്കുന്നത് ഞാനാണ്. ആങ്ങളമാരെ അന്വേഷിച്ചിട്ട് മോശമാണെന്ന് അറിഞ്ഞിട്ടും അനിയത്തിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുത്തു എന്നാണോ പറയുന്നത്?
അപ്പം നിർബന്ധിച്ചേർന്ന സഹോദരങ്ങൾ നിർബന്ധിച്ചേർന്ന കല്യാണം അന്നത്തെ സാഹചര്യത്തിൽ അല്ല, എന്ത് സാഹചര്യമാണെങ്കിലും അയാളുടെ സ്വഭാവ ഗുണം ദൂഷ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു അനിയത്തിയെ കൊണ്ട് തള്ളണ പോലെ ആയില്ലേ അത്? അത്രയും ഗതികേടിലായിരുന്നോ? എന്ന് വെച്ചാൽ എന്ത് ഗതികേടായിരുന്നു? പൈസയുടെ കാര്യമായിരുന്നു. 10 പവൻ ചോദിച്ചപ്പം വീട് കൊടുത്ത്, എനിക്ക് വീട് എല്ലാം കടപ്പെടുത്തി പൈസ കൊടുത്ത്. എത്ര റുപ്യ കൊടുത്തു? 30,000 രൂപ കൊടുത്തു അന്ന്. 10 പവന്റെ പണ്ടോ? അതിൽ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി സ്ത്രീധനം ഇനി കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഡെയിലി അടിയും വഴക്കും. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഇതാണ്, ഇത്രയും പവൻ പണ്ടം വേണം, ഇത്രയും ഉറുപ്പ്യ വേണം, സ്വഭാവ ദൂഷ്യവും ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ ആങ്ങളമാര് നിങ്ങളെ അവിടെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള കാരണം എന്താണ്? കാരണമൊന്നുമില്ല മേഡം, എനിക്കൊരു ജീവിതം കിട്ടും. ജീവിതം കിട്ടും? മോശമായിട്ടുള്ള ഒരു സ്വഭാവക്കാരനിൽ നിന്നും എന്ത് ജീവിതം കിട്ടാനാണ്? അതെന്താ ആങ്ങളമാര് അങ്ങനെ ചെയ്യാനുള്ള കാരണം? അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. എനിക്ക് കുറ്റം പറയാൻ പറ്റുമല്ലോ. അന്ന് അമ്മയൊക്കെ ഇല്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞത് വെച്ച് അല്ല, പോയി അന്വേഷിച്ചപ്പോ അന്ന് തന്നെ സ്വഭാവ ദൂഷ്യം ഉള്ള ഒരാളാണെന്ന് അറിഞ്ഞിട്ട് ഏട്ടന്മാര് കൊണ്ട് കല്യാണം കഴിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഏട്ടന്മാരെ കുറ്റപ്പെടുത്തുക തന്നെ വേണം. അല്ല, എന്ത് സ്വഭാവ ദൂഷ്യ പറഞ്ഞത്? അന്നേ കുടിയും ഈ ചീട്ട് മദ്യപാനം അതേ ഉള്ളായിരുന്നു കൂടുതലും. പിന്നീട് എന്താണ്ടായി? പിന്നീട് കല്യാണം കഴിച്ചപ്പോഴേ അങ്ങ് പിന്നെ സ്ത്രീധനം കുറവായിരുന്നു. അന്ന് എനിക്ക് 10 പവൻ തികച്ചു കൊടുത്തില്ലായിരുന്നു. ബാക്കി 5-6 പവനാകട്ട കൊടുക്കണം. പിന്നെ അതിന് വെച്ചങ്ങ് തുടരെ അങ്ങ് വിഷയം. പിന്നെ 2 കുട്ടികളായി, ഇരട്ട കുട്ടികൾ, 1 മാസം ആയപ്പോൾ. അപ്പം അത് തന്നെ അയാളെ കുട്ടികളല്ലെന്നും പറഞ്ഞ് അന്നേ അങ്ങ് അടിയും പിടിയും 3-ാം മാസം ബ്ലീഡിങ് ആയി വീട്ടിൽ കൊണ്ടാക്കി. അയാളെ കുട്ടികളല്ലെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അമ്മ കഷ്ടപ്പെട്ടു വീട്ടുവേലയ്ക്കൊക്കെ പോയി. ഞാനും പോയി ആ വയറോടെ എല്ലായിടത്തും വീട്ടുവേലയ്ക്കൊക്കെ പോയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഒരു കൊച്ചുങ്ങളെ ആരുമില്ലായിരുന്നു, എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. 2 കുട്ടികളെ എനിക്ക് എവരാ എൻ്റെ അമ്മ ഭർത്താവ് ആരുമില്ലായിരുന്നു. ഞാനും എൻ്റെ അമ്മ മാത്രമേ ഉള്ളായിരുന്നു ആശുപത്രിയിൽ കഷ്ടപ്പെടാൻ. നിങ്ങളപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ ആങ്ങളമാരോട് ചോദിച്ചില്ല ഇത് ഇത്രയും സ്വഭാവ ദൂഷ്യം ഉണ്ടോ, നിങ്ങൾ അറിഞ്ഞിട്ട് എന്തിനാ എന്നെ അയാളെ കല്യാണം കഴിപ്പിക്കണേ എന്ന് നിങ്ങൾ ചോദിച്ചതേ ഇല്ല കല്യാണത്തിന് മുമ്പ്? നിങ്ങളോട് വന്ന് പറഞ്ഞോ ആങ്ങളമാര് അയാൾ കുറച്ച് കുടിയുണ്ടോ ചീട്ടുകളി ഉണ്ടെന്നൊക്കെ? അയാൾക്ക് സ്വഭാവ ദൂഷ്യം ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ആങ്ങളമാരെ അറിഞ്ഞതിന് ശേഷം കല്യാണത്തിന് മുമ്പ് അത് നിങ്ങളോട് പറഞ്ഞിരുന്നോ? എന്നോട് പറയത്തില്ല. എത്ര വയസ്സുണ്ട് കല്യാണം കഴിക്കുമ്പോ? എനിക്ക് 22 വയസ്സ്. 25 വയസ്സ്. 22. അല്ല, നിങ്ങളിപ്പോ ഇത്രയും ആലോചിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഇത്രയും ആലോചിക്കേണ്ട കാര്യം എന്താ? അതാണ് ഞാൻ ചോദിച്ചൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ആങ്ങളമാര് നിങ്ങളോട് പറഞ്ഞിരുന്നു? ഇല്ല എന്ന് പറയാം. ഇത് ആലോചിച്ച് ഇല്ല. അപ്പൊ അതെന്താ അങ്ങനെ ഒരു ഉത്തരം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഒരു കല്യാണം ചെറുക്കായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അത് ഇനി എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ നിങ്ങൾ അറിയാതെയാണ് കല്യാണം കഴിച്ചത്? എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവരെ തീരുമാനം, എൻ്റെ സഹോദരന്മാരെ തീരുമാനത്തിൽ ഞാൻ അങ്ങ് നിന്ന്. ശരി. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഈ ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യം അറിഞ്ഞപ്പോ നിങ്ങൾ ആങ്ങളമാരോട് തിരക്കിയില്ലോ ഇങ്ങനെ? അപ്പൊ അവര് പറഞ്ഞു ഞങ്ങള് കല്യാണത്തിന് മുമ്പേ അറിഞ്ഞു എന്ന് അവര് പറഞ്ഞു? അല്ല, പിന്നെ അയൽക്കാരൊക്കെ പറഞ്ഞ് അവൻ നല്ലവണ്ണം നോക്കുന്നതാണ്, അവന് അത് ആദ്യം. പിന്നെ അവര് സഹോദരന്മാർ പിന്മാറി, വേണ്ട എന്ന് പറഞ്ഞൊക്കെ പിന്മാറിയപ്പോൾ അവര് ഈ എൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ്റെ പെണ്ണിൻ്റെ ചേട്ടത്തീരെ ഭർത്താവിൻ്റെ അനിയനാണ്. അപ്പോൾ അവർ പറഞ്ഞ് നല്ലവനാണ്, കുടുംബം നോക്കുന്നതാണ്, എന്നെ നോക്കുമെന്നൊക്കെ പറഞ്ഞു. അച്ഛനും അമ്മയും മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എനിക്ക് പിന്നെ ചിലപ്പോൾ വേറെ ആരെങ്കിലും ശത്രുക്കളാരെങ്കിലും പറഞ്ഞതായിരിക്കും ഇതുപോലെ എൻ്റെ സ്വഭാവം ഒന്നും കൊള്ളത്തില്ലെന്നൊക്കെ. അല്ല, ഒരു പക്ഷെ ചുറ്റുപാടൊക്കെ നോക്കിയപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ അത്യാവശ്യം മദ്യപാനം ഉണ്ടെന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയിട്ടുണ്ടോ? അന്നൊക്കെ നല്ല പക്ഷേ കുട്ടി പറഞ്ഞത് അങ്ങനെയല്ല. അതാണ് ഇപ്പൊ മാറി കഥ. പറയൂ.
പിന്നെ ഇപ്പോൾ കുഴപ്പമില്ലെന്നൊക്കെ തോന്നി അങ്ങ് ചെയ്ത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും മേഡം? എനിക്ക് അവരെ സഹോദരന്മാർ പറയുന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ സമ്മതിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്മാർ പറയുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. ആളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ടന്നെ പ്രശ്നങ്ങളുണ്ടായി ഇല്ലേ? എത്ര കല്യാണം കഴിഞ്ഞ് എപ്പോഴാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങിയത്? ഈ കുട്ടികൾ ജനിച്ചതിന് ശേഷം, ഇരട്ട കുട്ടികൾ. അതെ, അതിനുശേഷമാണ് ഈ കുട്ടികൾ അയാളുടെ അല്ലാന്ന് പറഞ്ഞാണ് പ്രശ്നം തുടങ്ങിയത്. സ്ത്രീധന പ്രശ്നം എപ്പോഴാണ് തുടങ്ങിയത്? പിന്നെ സ്ത്രീധനം ഇപ്പൊ ഈ വീടിടിഞ്ഞു, വീട് മൊത്തവും കംപ്ലീറ്റ് 2 വർഷത്തിന് മുമ്പ് മഴയത്ത് ഇടിഞ്ഞെല്ലാം പോയി. അപ്പം വീട് വയ്ക്കാൻ ഈ റെയിൽവേ ആണ്ട് പഞ്ചായത്തിൽ നിന്നൊന്നും കിട്ടത്തില്ല. അങ്ങനെ എൻ്റെ അടുത്ത് എന്നെയും കൊച്ചുങ്ങളെ കൂടെ നിർത്തി MLA ഒക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്, എന്നിട്ടും ഒന്നും കിട്ടിയില്ല. റെയിൽവേ ആണ്ട്. എന്താ റെയിൽവേ? റെയിൽവേ പുറമ്പോക്ക് നല്ലോണം. അപ്പൊ അവിടെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അത് പ്രമാണമൊന്നുമില്ല, ഒരു രേഖയില്ല, കരടച്ച രസീത പ്രമാണം ഒന്നുമില്ല. അപ്പൊ അവിടെ എന്തെങ്കിലും ഒന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ബാക്കി സ്വർണത്തിൻ്റെ പൈസ വെടിയിട്ട് ഞങ്ങൾക്ക് ഒരു വീട് വയ്ക്കാം. എൻ്റെ വീട് കടത്തിലായി കിടക്കുകയാണ്, അല്ലെങ്കിൽ അത് വിറ്റെങ്കിൽ ഞങ്ങൾക്ക് വീട് വയ്ക്കാമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞത് എങ്ങനെ അത് ഞാൻ എന്ത് ചെയ്യും? മൂത്ത അണ്ണനാണെങ്കിൽ കിഡ്നി കംപ്ലൈൻ്റായി, അത് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചോറും അതിന് കാശ് വേണം. പിന്നെ മറ്റേ തൃശ്ശൂർ താമസിക്കുന്ന അണ്ണനാണ് ഹാർട്ട് കംപ്ലൈൻ്റൊക്കെ ഉള്ളതാണ്. പിന്നെ മൂന്നാമത്തെ അണ്ണനാണെങ്കിൽ ഇളയ ആ അണ്ണന് ഒരു മോനെ ഉള്ളായിരുന്നു. അത് തൂങ്ങി മരിച്ചതിന് ശേഷം ചെറിയ കുഴപ്പമൊക്കെ ഇപ്പം 1 വർഷം ആവത്തേ ഉള്ള. അവന് 22 വയസ്സൊക്കെ ഉണ്ട്. അത് എന്താണെന്ന് അറിഞ്ഞൂടാ അവന്. നിങ്ങൾക്ക് എന്താ അറിയാ? നിങ്ങൾ എന്ത് ചോദിച്ചാലും അറിയില്ല എന്ന് പറയുന്നേ? അത് അവരെ വീട്ടിലെ പ്രശ്നമായിരിക്കും മേഡം. നിങ്ങൾ എന്തേ പറയാ? നിങ്ങളുടെ ആങ്ങളുടെ മകൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകന്റെ സ്ഥാനാ. ഒരു വീട്ടിലെ എന്തുകൊണ്ട് അയാൾ തൂങ്ങി മരിച്ചു എന്നുള്ളത് വീട്ടുകാരോട് പറയില്ലേ? കുട്ടിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരിക്കൽ വണ്ടി ഇടിച്ച് കാലൊക്കെ പോയി, അതിൽ ഒരുപാട് തയ്യലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാനസിക പ്രശ്നം എന്ന് പറയാൻ അവരെ വീട്ടിലെ പ്രശ്നമായിരിക്കും. ഞങ്ങളുടെ അടുത്ത് പറയും മേഡം. ഇപ്പൊ ആങ്ങളായിട്ട് നല്ല ബന്ധത്തിലല്ലേ? അന്നൊക്കെ ഞങ്ങളൊക്കെ പിണക്കമാണ്, അതാണ് കാര്യം. അവര് വാടകയ്ക്ക് താമസിക്കുന്നു. ഇപ്പൊ അങ്ങ് എറണാകുളത്ത്. അല്ല, സിന്ധു പറഞ്ഞല്ലോ ഈ സത്ത് ചോദിച്ചിട്ട് വഴക്ക് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, അതാണോ ആദ്യം തുടങ്ങിയത്? സംശയമാണോ ആദ്യം തുടങ്ങിയത്? സംശയോ? കുട്ടികളല്ലാന്ന് പറഞ്ഞല്ലോ, കുട്ടികളല്ലാന്ന്, സ്വന്തം കുട്ടികളല്ലാന്ന്. അപ്പൊ നേരത്തെ പ്രസവിച്ചോ? എത്ര നാൾ? അത് കഴിഞ്ഞിട്ടാണ് ഈ 2 ഇരട്ടക്കുട്ടിയെ പ്രസവിച്ചോടുകൂടി തന്നെ അയാൾ പറഞ്ഞു അത് എന്റെ കുട്ടികൾ അവന് പ്രശ്നം തുടങ്ങി. അല്ല, അതിനൊരു കാരണം വേണമല്ലോ. അതിനൊരു കാരണം വേണോ? തീർച്ചയായിട്ടും. എന്തുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളതിനൊരു കാരണം വേണമല്ലോ. എന്തുകൊണ്ട് പറഞ്ഞെന്ന് പറയാ, അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അയാളെ കുട്ടികളല്ലെന്ന് പറഞ്ഞു. ചിലപ്പോ നേരത്തെ പ്രസവിച്ചാലും 8ാം മാസത്തിലൊക്കെ. 8ാം മാസത്തിൽ തന്നെ. അതാണ് ചോദിച്ചത്, അതുകൊണ്ടാ ചോദിച്ചത്. 8ാം മാസത്തിലെ പ്രസവിച്ചത്. അപ്പൊ അതുകൊണ്ട് അയാളുടെ അല്ലാന്ന് പറഞ്ഞു. ഈ 8ാം മാസത്തിൽ പ്രസവിക്കുമ്പോൾ കുറപ്രസവം നടക്കുമ്പോൾ ആ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇൻക്യുബേറ്ററിലൊക്കെ വെക്കേണ്ടി വന്നോ? വല്ല പെട്ടിനകത്ത് വെക്കൊക്കെ ഉണ്ടായി? ഇളവൻ ഇരട്ടല് ഒരുത്തനെ നഴ്സറി റൂമിലൊക്കെ കൊണ്ടുവച്ചിരുന്നു. തൂക്കത്തിൽ കുറവുണ്ടായിരുന്നു. പിന്നെ ബ്ലീഡിങ് ആയതല്ലേ, അപ്പൊ ഒരു കുട്ടി നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അവന് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓപ്പറേഷൻ ആയിരുന്നോ അല്ലെങ്കിൽ നോർമൽ? 2 ഓപ്പറേഷൻ തന്നെ. ഓപ്പറേഷൻ ആയിരുന്നു. 2 ഓപ്പറേഷൻ. മൂന്നാമതൊരു കുട്ടിയുണ്ട്. മൊത്തം 3 പേരുണ്ട്. അല്ല, മൂന്നാമത്തെ സംസാരിക്കണേ. മൂന്നാമത്തത് പിന്നെ അത് പിന്നെ വരട്ടെ. ആദ്യത്തെ കുട്ടികളുടെ കാര്യമാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പൊ ഇരട്ട കുട്ടികളെ പ്രസവിച്ചോടുകൂടി പ്രശ്നങ്ങൾ തുടങ്ങി. സ്ത്രീധന പ്രോബ്ലം തുടങ്ങി. സ്വത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെയും നിങ്ങൾ മൂന്നാമത് ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി അയാൾ എന്ത് പറയുന്നു? പിന്നെ ഈ കുട്ടികൾക്ക് ഒരു വയസ്സായപ്പോ വന്ന് അയാളെ കുട്ടികളാണോ എന്ന് കാണാൻ വന്ന്. പിന്നെ കണ്ടപ്പം അച്ഛൻ പിന്നെ അങ്ങ് സ്നേഹിച്ച് പിന്നെ വീട്ടിലൊക്കെ ആയിരുന്നു. പിന്നെ കുറേ നാൾ വരെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിൽക്കുക, ഞങ്ങൾ നോക്കിയൊക്കെ ചെയ്തു. പിന്നെ ഇളയ കുട്ടിയായപ്പോൾ വീണ്ടും തുടങ്ങി. പിന്നെ അടിക്കടി എങ്കിലും പ്രശ്നങ്ങൾ തന്നെ. പിന്നെ ഞാൻ ഇളയ കുട്ടിക്കും അയാൾ പറയുന്നത് അയാളുടെ കുട്ടിയല്ല. അതല്ല,
പറഞ്ഞിട്ടില്ല. അതിലൊന്നുമില്ല. പിന്നെ ഈ കുടിച്ചിട്ട് കിടന്ന് ചുമ്മാ അടിയും അനാവശ്യങ്ങളും സംശയ രോഗങ്ങളും ഒക്കെ തന്നെ 24 മണിക്കൂർ. നിങ്ങൾ നല്ലോണം തർക്കോത്തരം പറയൂ? ഞാൻ ഒന്നും പറയില്ല മേഡം, എനിക്ക് അങ്ങനെ പറയാനുള്ള ധൈര്യമില്ല. അയാള് എന്ത് ജോലി അയാളുടെ? സ്വന്തം ഓട്ടയൊക്കെ ഉണ്ട്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുവോ അയാള്? മാസം കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് ഡെയിലി 100 രൂപ എൻ്റെ കയ്യിൽ തരും. സാധനങ്ങൾ മാസത്തേക്കുള്ള അരി സാധനങ്ങളൊക്കെ മേടിച്ചിടും, അതൊക്കെ ഒരുമിച്ച് മേടിച്ചു തരും. അതിന് പുറമെ നിങ്ങൾക്കെല്ലാം വീട്ടു ചെലവിനെന്ന് പറഞ്ഞാൽ 100 രൂപ തരും. 100 രൂപ തരും. നിങ്ങൾക്ക് വല്ല ആവശ്യമുള്ള കുട്ടികൾക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ചു തരും. കുട്ടികൾക്കുള്ള ആവശ്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. അപ്പോൾ അതിനൊന്നും ഒരു കുറവും നിങ്ങൾക്ക് വെച്ചിട്ടില്ല. പിന്നെ ഈ സംശയ രോഗവും അടി, കുടിച്ചു കഴിഞ്ഞാൽ അടി. അതെന്താ ഈ സംശയ രോഗത്തിന്? സംശയ രോഗം എനിക്ക് അറിഞ്ഞൂടാ. സ്വന്തം ചേട്ടനായാലും അയൽക്കാരായാലും ചുമ്മാ കുടിച്ചു കഴിഞ്ഞാൽ സംശയിക്കുന്നു. നിങ്ങൾ വിളിച്ചപ്പോൾ വന്നില്ല കുട്ടികൾ? വരൂല, അവര് അച്ഛൻ വിടത്തില്ല. അച്ഛനും അങ്ങനെ അവർ രണ്ടുപേരും അവിടെ അപ്പുറം വിടത്തില്ല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. അവര് അച്ഛൻ വിട്ടില്ല. അമ്മേരോടെ പോണ മക്കള് തെണ്ടികളായി പോവും. പിന്നെ അമ്മ കൊണ്ടുപോയി ജോലിക്ക് വിടും. അങ്ങനെയൊക്കെ പറഞ്ഞ് കൊച്ചുങ്ങളെ ഭീഷണിപ്പെടുത്തൊക്കെ ചെയ്തുകൊണ്ട് അവർ വന്നില്ല. പിന്നെ അപ്പുറത്തെ ചേട്ടനും ചേട്ടാത്തി അവരൊക്കെയാണ് ആഹാരമൊക്കെ കൊടുക്കുന്നത്. അച്ഛൻ അയാളുടെ ചേട്ടനും ചേട്ടനും മഞ്ഞപ്പിത്തുള്ളവർക്കെല്ലാം കാണുന്ന മഞ്ഞാന്ന് പറഞ്ഞ പോലെ പിന്നെ ഈ ചവിട്ടി എനിക്ക് ഇവിടെ ഞരമ്പിന് കണ്ണിന് കാഴ്ച കുറവാണ് ഇപ്പോഴും. അല്ല, ഈ മൂത്ത കുട്ടികളെ പിന്നെ ഇയാള് സ്നേഹിച്ചിട്ടേ ഇല്ലേ? മൂത്ത കുട്ടികളെ, ഇരട്ട കുട്ടികളെ 1 വയസ്സ് ആയപ്പോ പിന്നെ സ്വന്താണെന്ന് തോന്നി. അച്ഛനും പിന്നെ ആ കൊച്ചുങ്ങളെ മതി. ആ ശരി. ഓ, ഇപ്പൊ 13 വയസ്സായി. ഇഷ്ടാണ്. ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നു. അച്ഛൻ്റെ അടുത്താ നിൽക്കുന്നത് ഇരട്ട കുട്ടികള്? ഒരാള് എൻ്റെ കൂടെ, ഒരാൾ അച്ഛൻ്റെ അടുത്ത്. ഇപ്പൊ എത്ര കാലമായി നിങ്ങൾ പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ ഈ കുറെ കാലമൊന്നും ആവൂല മേഡം. ഞാൻ 3 പേരും അവിടെ പഠിക്കേ, അവരെ വീട്ടിൽ പഠിക്കേ. ഞാൻ പറഞ്ഞില്ലേ, വീടൊക്കെ ഇടിഞ്ഞു വീണ് ഞാൻ സ്വന്തമായിട്ടാണ് ഒരു ഷെഡ് കെട്ടി, ഒരു കുഞ്ഞൊരു ഷെഡ്, എൻ്റെ തല തട്ടത്തക്ക രീതിയിൽ ഷെഡ് ഞാൻ ഒറ്റയ്ക്ക് കെട്ടി. വീട് കംപ്ലീറ്റ് ഇല്ല, എനിക്കും കുട്ടികൾക്കും കിടക്കാം. അപ്പം ഞാൻ ഈ വീടൊന്നും വെക്കാത്തതുകൊണ്ട് പിണങ്ങിയൊക്കെ ഇരുന്നപ്പോൾ പിന്നെ അങ്ങ് ഒരുമിച്ച് നമ്മൾ പിന്നെ അങ്ങ് ആ ഷെഡിൻ്റെ അകത്ത് തന്നെ വേവിച്ച് തിന്നാനൊന്നും സ്ഥലമൊന്നുമില്ല, എല്ലാം ആ കൊച്ച് ആ ഷെഡിനകത്ത് തന്നെ. പിന്നെ രാത്രി കുടിച്ചിട്ട് വന്ന് നടന്ന് എന്നെ അനാവശ്യങ്ങൾ പറിച്ചിട്ട് കൊച്ചുങ്ങളെ പഠിക്കാൻ സമ്മതിക്കില്ല. കുടിച്ചിട്ട് വന്നിട്ട് എന്നെ ചുമ്മാ അനാവശ്യങ്ങൾ പറഞ്ഞ് കുട്ടികൾ വലുതായിരിക്കുന്ന കൊച്ചുങ്ങൾ കേട്ടോണ്ടിരിക്കില്ലേ, എന്തെങ്കിലും പറയുമ്പോൾ അപ്പുറമുള്ള ആണുങ്ങൾ അങ്ങ് പേര് പറയും. അങ്ങനെ കുട്ടികൾ ഇതൊക്കെ 13 വയസ്സായില്ലേ മേഡം, അവരിത് കേട്ട് വളരെയില്ലേ. അത് പറയുമ്പോൾ എന്നെ വെളുക്കൊന്ന് അടിച്ചിറങ്ങും. എന്നിട്ട് ഞാൻ നേരെ വെളുക്കുന്നവരെ ഇരുട്ടത്ത് എന്നെ മുറ്റത്തിരുത്തിയിരിക്കും. എന്നിട്ട് ആ ഷെഡിൻ്റെ അകത്ത് കയറിയും കിടന്നോളാം. ഷെഡ് എന്ന് പറഞ്ഞാൽ ടാർപോളിൻ വെച്ചിട്ടാണ്. ഇപ്പൊ എങ്ങനെയാ നിങ്ങൾ പിരിഞ്ഞിട്ട് ആ മക്കൾ അവിടെയും ഒരു മകൻ നിങ്ങളുടെ കൂടി ആയത്? അതല്ലേ പറഞ്ഞാൽ കുടിച്ചിട്ട് വന്ന് എന്നെ അടിയും പിടിയും സംശയരോഗവും പിന്നെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അന്ന് രാത്രി എന്നെ വെളുക്കുന്നവരെ അവിടെ ആ വെളിയിലിരുത്തിയിട്ട് ഒരു അച്ഛനും മക്കളും കൂടെ ആ ഷെഡിൽ കിടന്നു. ഞാൻ വെളുക്കുന്നവരെ ആ തിണ്ണയിൽ മുറ്റത്തിരുന്നു. പിന്നെ കഥവൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് അവിടെ മുറ്റത്ത് ഇരിക്കാം, ഷെഡല്ലേ. അത് അങ്ങനെ നേരം വെളുക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താ ഇത് എൻ്റെ കൂടെ വന്ന കൊച്ചിനെയും കൊണ്ട് ഞാൻ പറഞ്ഞു 3 ആദ്യത്തെ കുട്ടികൾ രണ്ടുപേരും വന്നില്ല. ആദ്യത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും വന്നില്ല, അവരെ വിട്ടില്ല. അച്ഛൻ വിട്ടില്ലാന്നോ? ഇല്ല, അവര് വരില്ല എന്ന് പറഞ്ഞു. അവരെ വിട്ടില്ല, അവര് വരും, പക്ഷെ വിട്ടില്ല, അച്ഛൻ വിടൂല. ഇരട്ട കുട്ടികളെ വിട്ടില്ല. ഇരട്ടയിലെ ഒരാളെ ഇളയ കുട്ടി, ഇരട്ടയിലെ ഒരു കുട്ടി എൻ്റെ കൂടെ ഉണ്ട്. ശരി. ഓ, അങ്ങനെയാണ്. ഇരട്ടയിൽ ഒരു കുട്ടി ഇവരെ കൂടി, മറ്റേത് രണ്ടുപേരും അയാളുടെ കൂടി. നിങ്ങളുടെ കൂടെ എന്ത് കുട്ടിയാ? ആൺകുട്ടിയാ പെൺകുട്ടിയാ? 3 പേരും ആൺകുട്ടികൾ തന്നെ. 3 ആൺകുട്ടികളാണ്. അപ്പൊ ഇതിപ്പോ അയാൾ വിടാത്തോണ്ടാണ് നിങ്ങൾ വിളിച്ചപ്പോ വന്നില്ല കുട്ടികള്? വരൂല, അവര് അച്ഛൻ വിടത്തില്ല. അച്ഛനും അങ്ങനെ അവർ രണ്ടുപേരും അവിടെ അപ്പുറം വിടത്തില്ല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. അവര് വരണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു അമ്മയുടെ കൂടെ? അല്ല, അങ്ങനെ ബഹളം വെച്ചില്ല. പിന്നെ
അവർ അച്ഛൻ വിട്ടില്ല. അമ്മേരോടെ പോണ മക്കള് തെണ്ടികളായി പോവും, പിന്നെ അമ്മ കൊണ്ടുപോയി ജോലിക്ക് വിടും, അങ്ങനെയൊക്കെ പറഞ്ഞ് കൊച്ചുങ്ങളെ ഭീഷണിപ്പെടുത്തൊക്കെ ചെയ്തുകൊണ്ട് അവർ വന്നില്ല. പിന്നെ അപ്പുറത്തെ ചേട്ടനും ചേട്ടത്തി അവരൊക്കെയാണ് ആഹാരമൊക്കെ കൊടുക്കുന്നത്. അയാളുടെ ചേട്ടനും ചേട്ടനും കുടിക്കാത്ത നേരത്തെ എങ്ങനെയുള്ള കുടിക്കാതിരുന്ന നല്ല മനുഷ്യനാണ് മേഡം, നല്ല മനുഷ്യൻ. കുടിയാണ് പ്രശ്നം. കുടിച്ചിട്ട് വന്ന അനാവശ്യങ്ങൾ പറച്ചിട്ട് സംശയ രോഗവും അടി. ജോലിക്ക് പോവുക, ജോലി ചെയ്യും, ആട്ടുണ്ട്, പൈസ ഉണ്ടാക്കാൻ ജോലിക്ക് പോകും, സ്വന്തമായിട്ട് ആട്ട കിട്ടുന്ന പൈസ മുഴുവൻ കുടിക്കുവോ? പക്ഷെ നിങ്ങൾ പറഞ്ഞ നേരം പൈസ തരും, വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കുമെന്നും പറഞ്ഞായിരുന്നല്ലോ. പൈസ തരും അല്ല, 100 രൂപ ഡെയിലി തരും, 100 രൂപ ഡെയിലി തരും. പിന്നെ വീട്ടിലുള്ള ചെലവ് കുടിക്കും. അല്ല, മാസത്തെ സ്കൂളിൽ ഓട്ടം ഉള്ളോണ്ടേ, സ്കൂളിൽ ഓട്ടം ഉണ്ട്, 2 സ്കൂളിൽ മാസ ശമ്പളം ഉണ്ട്. അത് മേടിച്ച് കടയിൽ പറ്റിയ പൈസ കൊടുക്കും, തീർക്കും. 100 രൂപ വെച്ച് വീട്ടിലും തരും, ബാക്കിയുള്ളതിന് കുടിക്കും. അതാ കുടിക്കുക, അത് പറയാൻ പറ്റത്തില്ല, കുടിക്കുമായിരിക്കും. പക്ഷെ ശരിക്ക് കുടിച്ചിട്ടാണ് വന്ന് ഉപദ്രവവും സംശയവും. കുടിക്കാതിരുന്ന നല്ല മനുഷ്യന്. അയാളുടെ കുടി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ അയാളുടെ കൂടെ പോയി ജീവിക്കാൻ തയ്യാറാണോ? കുഴപ്പമില്ല, അയാളുടെ കൂടെ പോയി ജീവിക്കാം. അല്ല, ഡി അഡിക്ഷൻ സെന്ററിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ കുടിക്കുന്നവരെ ചികിത്സിക്കാനും കൊണ്ടുപോയിട്ട് അതിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ശ്രമിച്ചിട്ടില്ല. അല്ല, ഇങ്ങനെ കണ്ടമാനം മദ്യപാനം ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചില സെന്ററുകളുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സഹായം കിട്ടും എന്ന് വെച്ചാൽ ഇതിൽ മാറാൻ വേണ്ടിയിട്ടുള്ള അതിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടോ? പുള്ളിക്ക് ആരൊക്കെ ഉണ്ട്? പുള്ളിക്ക് 2 പെങ്ങന്മാരുണ്ട്, 3 ചേട്ടന്മാരൊക്കെ ഉണ്ട്. ഒരു മൂത്ത ചേട്ടനാണ് തൊട്ട് അപ്പുറത്ത് താമസിക്കുന്നത്, തൊട്ടപ്പുറമാണ്. ആ ചേട്ടൻ്റെ കൂടെയാണ് കക്ക വരാനൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകും. ആ ചേട്ടനൊക്കെ ഉപദേശിക്കാറില്ല ഇങ്ങനെയല്ല നല്ലോണം ജീവിക്കും, വഴക്കുണ്ടാക്കരുന്നൊക്കെ ചേട്ടൻ പറഞ്ഞാൽ കേൾക്കൂല? അവർ പറയുമോ? അവരിടപെടുവോ? അവരൊന്നും ഇടപെടിയാറില്ല. പിന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണോ താമസിച്ചിരുന്നത്? തറവാട്ടിലോ? അല്ലെങ്കിൽ തറവാട്ടിൽ നിങ്ങൾ താമസിക്കുന്നു, തൊട്ടടുത്ത് മൂത്ത ചേട്ടൻ, പിന്നെ ചേട്ടന്റെ പെണ്ണിന്റെ അനിയത്തി. ആ വീട്ടിൽ നിന്നാണ് ഇപ്പൊ വഴക്ക് കൂടിയിട്ട് നിങ്ങൾ ഒരു കുട്ടിയെയും കൊണ്ട് തിരിച്ചു പോകുന്നത്? അവിടെ വീടില്ല മേഡം, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷെഡ് ഞാൻ ഒറ്റയ്ക്കാണ് ആ ഷെഡ് കിട്ടി, ഞാനും എൻ്റെ കൊച്ചുങ്ങളും കൂടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയല്ലത് ജീവിതം, അമൃത TV, ഇടഗ്രാമം, കരുമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ: ജീവിതം@amritatv.com.